ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത് ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേരമീനാണ് കേട്ടോ. കേരമീൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, പിന്നെ ഇത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. മീനിനകത്ത് ഞാൻ ആദ്യം ഇങ്ങനെ ഇച്ചിരി ഉപ്പിട്ട് വെക്കും കേട്ടോ. പിന്നെ ഈ ചെറിയൊരു ഇതിനകത്തേക്ക് മുളക് ചൂടാക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇടാമെന്നാണ് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാറ്, ഞാൻ എളുപ്പത്തിന് അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം. പിന്നെ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട ഒരു 2 സാധനം ഉണ്ടായിരുന്നത്. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുളക് പൊടി എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ചെറിയുള്ളി ഇടാനില്ലായിരുന്നു കേട്ടോ, തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ചെറിയുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ചെറിയുള്ളി ഇട്ട് കറി വെക്കുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്. ഞാൻ എൻ്റെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന്, മറ്റേ നമ്മുടെ ഇടികളിലുണ്ടെങ്കിൽ ഞാൻ മിക്സി വെച്ച് ജസ്റ്റ് ഒന്ന്, പക്ഷേ അതിൻ്റെ അകത്ത് ഇങ്ങനെ അരയാത്തത് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങ് കഷ്ണമായിട്ട് കിടക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. മീൻ കറിക്കകത്ത് കിടന്ന് വെന്തോടുമല്ലോ. പിന്നെ ഇതേ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത്, അതാണ് കേട്ടോ. ഫിഷ് മസാല യൂസ് ചെയ്യുന്നില്ല കേട്ടോ. മസാല എനിക്കിഷ്ടമില്ല, ഫിഷ് മസാലയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇതേ മുളകാക്കിയിട്ടുണ്ട്. നല്ല രീതിക്ക് ആവശ്യത്തിന് എരിവും ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കണം അതിലോട്ട്. പിന്നെ നമുക്ക് ഇടയ്ക്ക് കറിക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ അത് അങ്ങോട്ടേക്ക് ഒഴിക്കുന്നുണ്ട്. സാധാരണ പല രീതിക്ക് കറി വെക്കുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളം തിളച്ചിട്ട് അതിലോട്ട് മീൻ പെറുക്കി ഇടുന്നവരുണ്ട്. ഞാൻ കറി വെക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പല സ്ഥലത്തും പല രീതിക്കല്ലേ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ചില സമയത്ത് അങ്ങനെയും വെക്കും, ഇങ്ങനെയും വെക്കും കേട്ടോ. പിന്നെ നല്ല പുളിയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 കഷ്ണം ഇടുന്നുള്ളൂ. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഏത് മീൻ കറി ആണെങ്കിലും വേകാൻ ഒരു 10-15 മിനിറ്റ്, മാക്സിമം പോയാൽ 15 മിനിറ്റ് കൊണ്ട് വേഗം കേട്ടോ. ഒത്തിരി അങ്ങ് വെന്ത് അളിഞ്ഞിങ്ങനെ വിട്ടു പോരുന്നതും നല്ലതൊന്നുമല്ല. കിളിമീനൊക്കെയാണ് പ്രത്യേകിച്ച്. പക്ഷേ ഇത് കേര ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുള്ള മീനായിട്ട്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതിയാകും. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് തവിയൊന്നും ഇടണ്ടായിട്ട്, നമുക്ക് ജസ്റ്റ് ആ ചട്ടി കൊണ്ടൊന്ന് ചുറ്റിച്ചൊന്ന് വെക്കാവുള്ളൂ. നമ്മൾ തവിയിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മീൻകറി പെട്ടെന്ന് കേടായി പോകുമെന്നൊക്കെയാണ് പറയുന്നത്. കറി വെക്കുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തവി കൊണ്ടാണല്ലോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ മീൻകറി കൊണ്ടുവന്ന എപ്പോഴും എനിക്ക് വെക്കാൻ ഇഷ്ടമാണ് കേട്ടോ. കാരണം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു കറിയാണ് മീൻകറി. 10 മിനിറ്റ് മതി മീൻകറി വെക്കാൻ. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ മീൻകറിയൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങി. അമ്പിളി അമ്മ ആവാ പാട്ട് പാടിക്ക. അമ്പിളി അമ്മ ആവാ